തിരുവനന്തപുരത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ പോക്സോ കേസ് പ്രതി പങ്കെടുത്ത വിവാദത്തിൽ സ്കൂൾ അധികൃതർ വിശദീകരണമായി രംഗത്ത് വന്നു. പ്രവേശനോത്സവത്തിൽ ബ്ലോഗർ മുകേഷ് നായരെ ക്ഷണിച്ചിട്ടില്ലായിരുന്നു എന്ന് ഫോർട്ട് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രദീപ് കുമാർ പറഞ്ഞു. സംഭവത്തിൽ സ്കൂളിന് വീഴ്ച ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങൾ ആകെ ഇവിടെ അതിഥിയായി ക്ഷണിച്ചിട്ടുള്ളത് നമ്മുടെ കൗൺസിലർ, ഫോർട്ട് വാർഡ് കൗൺസിലർ മാത്രമാണ്. വേറെ ആരെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല. എല്ലാ വർഷവും വരുന്നത് പോലെ JCIക്കാരും വരുമെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് അവർ വന്നു. കുട്ടികൾക്ക് പഠനോപകരണങ്ങളൊക്കെ ഉദ്ഘാടനം കൗൺസിലർ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് പഠനോപകരണങ്ങളെല്ലാം നൽകി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന വ്യക്തി കടന്നു വരുന്നത്. ഇങ്ങനൊരു വ്യക്തി നമുക്ക് സ്കൂളിൽ വരുമെന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ അത് കണക്ട് ചെയ്ത് കൊണ്ടുവന്നത് JCI റോയൽ സിറ്റി അതിൻ്റെ അധികൃതരാണ് കൊണ്ടുവന്നത്. ഇതാണ് വാസ്തവം. ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. സംഭവം വിവാദമായതിനു പിന്നാലെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിരുന്നു. ഷബീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. ഷബീദ്, എന്താണ് വിവരങ്ങൾ? ഈ സ്കൂളിൻ്റെ അധ്യാപകൻ പ്രദീപ് കുമാറിൻ്റെ ന്യായീകരണങ്ങൾ ശരിയാണോ? നമുക്കറിയാം ഈ വിദ്യാഭ്യാസ വകുപ്പ് മാതൃകാപരമായ ചില കാര്യങ്ങൾ ഇപ്പോൾ നടത്തി വരികയാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ അക്കാദമിക് ഇയർ മുതലാണ് പോക്സോ കേസിൽ അല്ലെങ്കിൽ കുട്ടികളെ ഉപദ്രവിക്കുന്ന കേസുകളിൽ പ്രതികളായിട്ടുള്ള അധ്യാപകരുടെ അടക്കം കർശന നടപടിയെടുത്ത് അത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യപ്പെടില്ല എന്ന വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി തന്നെ പ്രഖ്യാപിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്നലെ തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിൽ നടന്നിട്ടുള്ള പ്രവേശനോത്സവത്തിൽ ബ്ലോഗർ കൂടിയായിട്ടുള്ള പോക്സോ കേസ് പ്രതി മുകേഷ് നായർ പങ്കെടുക്കുന്നത്. മാത്രവുമല്ല, അതിൽ ഇയാൾ പങ്കെടുത്ത ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ അടിയന്തരമായി വിദ്യാഭ്യാസ മന്ത്രി ഇടപെടുന്നത്. തിരുവനന്തപുരം വിദ്യാഭ്യാസ ഉപഡയറക്ടറോട് ഇതുമായി ബന്ധപ്പെട്ട എത്രയും വേഗം റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ സ്കൂൾ അധികൃതരുടെ വിശദീകരണം നമ്മൾ കേട്ടു, പ്രധാന അധ്യാപകന്റെ വിശദീകരണം നമ്മൾ കേട്ടു. അദ്ദേഹം പറയുന്നത് ഈ JCI എന്ന് പറയപ്പെടുന്ന സംഘടന പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്കിടെ ആണ് ഈ മുകേഷ് നായർ കടന്നു വന്നത്. ഇയാൾ പോക്സോ കേസ് പ്രതിയാണെന്ന് അറിയില്ലായിരുന്നു. ഈ വിഷയത്തിൽ സ്കൂളിന്റെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടില്ല. എത്രയും വേഗം കൃത്യമായ റിപ്പോർട്ട് നൽകും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. ഏതായാലും നമ്മളുടെ ഈ സ്കൂളുകളിലാണ് ഇത്തരം ഈ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ, അതായത് കുട്ടികളുടെ എത്തിക്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ പ്രത്യേക വിഷയങ്ങളൊക്കെ എടുത്ത് പഠിപ്പിക്കാൻ തീരുമാനിച്ചൊരു അക്കാദമിക് ഇയർ കൂടിയാണ്. ഈ വർഷം തന്നെ ഒരു സ്കൂളിലെ പ്രവേശനോത്സവ പരിപാടിയിൽ ഒരു പോക്സോ കേസ് പ്രതി, അന്വേഷണം നേരിടുന്ന ഒരു പോക്സോ കേസ് പ്രതി പങ്കെടുപ്പിച്ചത് എന്നുള്ളത് ഗൗരവമായി വിദ്യാഭ്യാസ വകുപ്പ് കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഷബീദ് റാവുത്തർ.